എല്ലാവർക്കും നമസ്കാരം. ശ്രീമന്നാരായണീയത്തിലെ അതിഗഹനമായ ചില ശ്ലോകങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ 1-ാം ദശകത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ ഇത് കൂടുതൽ ആഴത്തിലാക്കും, തീർച്ച. അപ്പോ നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്: ഭഗവാന്റെ ആ മനോഹര രൂപത്തെ വർണ്ണിക്കുന്നതിൽ തുടങ്ങി ഭഗവാൻ എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം എന്താണെന്ന് നാരായണീയം നമ്മളെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ഇതൊരു സാധാരണ വിശദീകരണമല്ല, ഒരു ആത്മീയ യാത്രയാണ്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. നമ്മുടെ ഈ യാത്രയുടെ തുടക്കം ഭഗവാന്റെ ആ ദിവ്യവും ആകർഷകവുമായ രൂപത്തെക്കുറിച്ചുള്ള മേൽപ്പത്തൂരിന്റെ വർണ്ണനയിൽ നിന്നാണ്. ദശകം 1, ശ്ലോകം 6. ശ്രദ്ധിച്ചു കേൾക്കണം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകലായാവലീകേലികാരം ലാവണ്യസ്യേകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശ്ശങ്കലീലാനിലയനം അമൃതസ്യന്ദസന്തോഹമന്ത സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. എന്താണ് മേൽപ്പത്തൂർ ഇവിടെ പറയുന്നത്? ഭഗവാന്റെ രൂപം അത് പുതിയ മഴമേഘങ്ങളെക്കാളും നീലത്താമരപ്പൂക്കളെക്കാളുമൊക്കെ എത്രയോ മനോഹരമാണ്. സൗന്ദര്യത്തിന്റെ സത്ത, അതിന്റെ ഒരു പ്യോർ ഫോമാണ് ഭഗവാൻ. പുണ്യം ചെയ്തവർക്ക് അവർ ജീവിതത്തിൽ ചെയ്ത സുഹൃതങ്ങളുടെ എല്ലാം ഫലം ഒന്നിച്ചു കാണുന്നതുപോലെയാണ് ആ രൂപം. അതുമാത്രമല്ല, ലക്ഷ്മി ദേവിക്കൊരു പേടിയുമില്ലാതെ വസിക്കാനുള്ള ഇടമാണത്. ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ അമൃത വർഷിക്കുന്ന ഒരു ഉറവിടം കൂടിയാണ് ആ രൂപം. ചുരുക്കി പറഞ്ഞാൽ, ഭഗവാന്റെ രൂപം സൗന്ദര്യത്തിന്റെയും ആനന്ദത്തിന്റെയും ഒരു സമ്പൂർണ്ണ പാക്കേജാണ്. ഭഗവാന്റെ ഈ രൂപസൗന്ദര്യം കാണുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരും, അല്ലേ? ഇത്രയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഈ ലോകത്തെ എന്തിനാണ് ഭഗവാൻ സൃഷ്ടിച്ചത്? അടുത്ത ശ്ലോകം അതിന് അതിമനോഹരമായ ഒരു മറുപടി തരുന്നുണ്ട്. ദശകം 1, ശ്ലോകം 7. കഷ്ടാത്തേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവമദ്യാഭിജാനേ നോചേജ്ജീവാഹ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപുരേരമേരൻ. 7. ഇവിടെയാണ് മേൽപ്പത്തൂരിന്റെ ചിന്തയിൽ ഒരു വലിയ ട്വിസ്റ്റ് വരുന്നത്. അദ്ദേഹം പറയാണ്, അല്ലയോ ഭഗവാനെ, പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് അവിടത്തെ ഈ സൃഷ്ടി ഭയങ്കര ക്രൂരവും ദുഃഖം നിറഞ്ഞതുമാണെന്നാണ്. പക്ഷേ ഇപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. എന്താണാ തിരിച്ചറിവ്? ഈ ലോകം, ഈ ജീവിതം, ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ മനുഷ്യർക്ക് എങ്ങനെയാണ് ഭഗവാന്റെ ഇത്ര മധുരമായ രൂപം കണ്ടും കേട്ടും ആസ്വദിക്കാൻ കഴിയുക? ആ രൂപം ആസ്വദിക്കുന്നതിലൂടെയാണ് ഓരോ ജീവാത്മാവും പരമാനന്ദം എന്ന അമൃതസമുദ്രത്തിൽ മുങ്ങി നിവരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ലോകസൃഷ്ടിയുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ ഭഗവാനെ അനുഭവിക്കുക എന്നതാണ്. ഓക്കേ, അപ്പോ ഭഗവാന്റെ രൂപം ആസ്വദിക്കുന്നത് പരമാനന്ദത്തിലേക്ക്, അതായത് മോക്ഷത്തിലേക്ക് നയിക്കുമെന്ന് മനസ്സിലായി. എന്നാൽ ഈ മോക്ഷം നൽകുന്ന കാര്യത്തിൽ ഭഗവാന്റെ സ്ഥാനമെന്താണ്? അടുത്ത ശ്ലോകങ്ങൾ ഭഗവാന്റെ ആ കാരുണ്യത്തെ മറ്റ് ദേവന്മാരുമായി ഒന്ന് താരതമ്യം ചെയ്യുകയാണ്. ദശകം 1, ശ്ലോകം 8. നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തേ അനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോ അയം. ഇതൊരു രസകരമായൊരു കമ്പാരിസനാണല്ലേ? ഒരു വശത്ത് ഇന്ദ്രലോകത്തിലെ കൽപ്പവൃക്ഷം, മറുവശത്ത് നമ്മുടെ ഭഗവാൻ. കൽപ്പവൃക്ഷം നമ്മൾ എന്ത് ചോദിച്ചാലും തരും, ശരിയാണ്. പക്ഷെ അതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. എന്നാൽ ഭഗവാനോ, ഭക്തർ ചോദിക്കാതെ തന്നെ അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അത് മാത്രമല്ല, അതിനേക്കാളൊക്കെ എത്രയോ വലുതായ, മറ്റാർക്കും നൽകാൻ കഴിയാത്ത മോക്ഷവും നൽകുന്നു. അതുകൊണ്ടാണ് ഭഗവാനാണ് യഥാർത്ഥ കൽപ്പവൃക്ഷമെന്ന് മേൽപ്പത്തൂർ പറയുന്നത്. എല്ലാവർക്കും സമീപിക്കാവുന്ന, ലിമിറ്റില്ലാത്ത ഫലങ്ങൾ നൽകുന്ന ഒന്ന്. ഇതേ ആശയം അടുത്ത ശ്ലോകത്തിലും തുടരുകയാണ്. ദശകം 1, ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മദസ്ത്വം വിശേഷാദൈശ്വര്യാദീശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാഃ സ്ഫീതഭാഗ്യാസ്ത്വം ച ആത്മാരാമയേ വേത്യ അതുലഗുണഗണാധാരശൗരേ നമസ്തേ. 9. ഇവിടെയുള്ള പ്രധാന ആശയം ഇതാണ്: മറ്റു ദേവന്മാരൊക്കെ കരുണയോടെ ഭക്തർക്ക് വരങ്ങൾ കൊടുക്കും, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും. എന്നാൽ ഭഗവാന്റെ കാരുണ്യം സ്പെഷ്യലാണ്. കാരണമെന്താണെന്നോ?
ഭഗവാൻ വരങ്ങളല്ല കൊടുക്കുന്നത്, ഭഗവാൻ സ്വയം തന്നെ ഭക്തന് കൊടുക്കുകയാണ്. അതായത് ഭഗവാനിൽ ലയിക്കുന്ന ആ മോക്ഷപദം തന്നെ നൽകുന്നു. മറ്റ് ദേവന്മാർ ഈ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങൾ ഭരിക്കുമ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഭാഗ്യമുള്ള ആത്മാക്കൾ ഭഗവാനിൽ ആനന്ദം കണ്ടെത്തുന്നത്. അപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ നമ്മളൊരു നിഗമനത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭഗവാൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ പോവാണ് നമ്മൾ. ദശകം 1 ശ്ലോകം 10. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്സംഗൈശ്ചോപഗീതം അംഗാസംഗാ സദാശ്രീരഖിലവിദസിന ക്വാപിതേ സംഗവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത്ശബ്ദമുഖ്യാശ്രയോസി. 10. ഈ അവസാന ശ്ലോകം ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗുരുവായൂരപ്പനെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്? കാരണം അവിടുന്ന് ഈശ്വരന്മാരുടെയെല്ലാം ഈശ്വരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരാക്രമികളെപ്പോലും അതിശയിപ്പിക്കുന്ന വീര്യമുണ്ട്. ഒരാഗ്രഹവുമില്ലാത്ത ഋഷിമാർ പോലും അവിടുത്തെ കീർത്തിക്കുന്നു. ലക്ഷ്മീദേവി എപ്പോഴും കൂടെയുണ്ട്. എല്ലാം അറിയുന്നവനാണ്, സർവജ്ഞനാണ്. പക്ഷെ ഒന്നിനോടും ഒരു ബന്ധവുമില്ല, ഒന്നിനോടും ഒട്ടിച്ചേർന്ന് നിൽക്കുന്നില്ല. ഈ 6 ഗുണങ്ങളും ഒരുമിച്ച് ചേരുന്നതുകൊണ്ടാണ് ഭഗവാൻ എന്ന വാക്കിന് ഗുരുവായൂരപ്പൻ മാത്രം പൂർണ്ണമായി അർഹനാകുന്നത്. അങ്ങനെ ഈ 5 ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനോഹരമായ ഒരു യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു, അല്ലേ? ഭഗവാന്റെ മനോഹരമായ രൂപത്തിൽ തുടങ്ങി ആ രൂപം എന്തിനാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ അതുല്യമായ കാരുണ്യം തിരിച്ചറിഞ്ഞ് ഒടുവിൽ ഭഗവാൻ എന്ന പദത്തിന്റെ ആഴത്തിലുള്ള അർത്ഥത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ആത്മീയ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ജ്ഞാൻകോശ് കുടുംബത്തിൽ നിങ്ങളെയും ക്ഷണിക്കുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ജ്ഞാൻകോശ് ഒരു ബഹുഭാഷാ ചാനലാണ്. ഞങ്ങൾ ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി, തമിഴ്, ഗുജറാത്തി, മലയാളം, ബംഗാളി തുടങ്ങിയ ഭാഷകളിൽ ആത്മീയ ജ്ഞാനം പങ്കുവെക്കുന്നു. കൂടുതൽ പ്രധാന ഭാഷകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. സനാതനധർമ്മത്തിലെ വിലമതിക്കാനാവാത്ത അറിവുകൾ വളരെ ലളിതമായും വ്യക്തമായും അർത്ഥവത്തായും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ചാനലിൽ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, മഹാഭാരതം, ലളിതാ സഹസ്രനാമം, ദൈവത്തിന്റെ കുരൽ, മഹാരാഷ്ട്രയിലെയും ബംഗാളിയിലെയും സന്യാസിമാരുടെ കഥകൾ, ആദിശങ്കരന്റെ ദിവ്യാവതാര കഥ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് കാണാം. ഇവയെല്ലാം ഒന്നിലധികം ഭാഷകളിൽ ലഭ്യമാണ്. ഞങ്ങളുടെ ഈ ശ്രമം നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ ദയവായി ജ്ഞാൻകോശിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ദിവസേനയുള്ള വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കും. ഈ ദിവ്യമായ അറിവ് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് സനാതനധർമ്മത്തിന്റെ വെളിച്ചം എല്ലായിടത്തും എത്തിക്കാം.